നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. 2026 ഏപ്രിൽ മാസത്തിലെ ഒരു വിഷുവർഷത്തെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക വരെയുള്ള നക്ഷത്രങ്ങളുടെ വിഷുഫലം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് രോഹിണി നക്ഷത്രക്കാരെ പറ്റിയാണ്. രോഹിണി നക്ഷത്രം ഇടവക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. 2026 വിഷുഫലം ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതായിരിക്കും എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ചന്ദ്രൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. സാമ്പത്തികപരമായ വളരെ വലിയ ഐശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സുവർണ വിഷുവർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുഫലം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാന മാറ്റങ്ങൾ, തൊഴിലും സാമ്പത്തിക രംഗവും, തൊഴിലിലെ പുരോഗതി, ധനഭാഗ്യം, വിദേശയോഗം, കൂടാതെ കുടുംബം, നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ, ദാമ്പത്തികം, വിവാഹം, സന്താനഭാഗ്യം, ആരോഗ്യം, ആ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് ഈ ഒരു വിഷുവർഷം സംഭവിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ദൈർഘ്യമേറിയ വിഷുഫലങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും നിങ്ങളുടെ പരിപൂർണമായ ഒരു വിഷുഫലം അറിയുന്നതിന് വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് മുൻകാലങ്ങളുണ്ടായിരുന്ന മാനസിക വിഷമങ്ങളും സംഘർഷങ്ങളും പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു വിഷുവർഷമാണ് ഇത്. നിങ്ങൾക്ക് മാനസികമായി വളരെ സന്തോഷം ലഭിക്കും, നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന അലച്ചിലുകൾക്കും അനാവശ്യമായ ഉത്കണ്ഠകൾക്കും തീർച്ചയായും ഒരു പരിഹാരം ഉണ്ടാകുന്ന വിഷുവർഷമാണിത്. വ്യാഴം ജൂൺ മാസത്തിൽ ഉച്ചരാശിയിലേക്ക് മാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഉണർവ് തന്നെ അനുഭവപ്പെടും. ഭാഗ്യാനുഭവങ്ങൾ 90% നിങ്ങളുടെ അനുഭവത്തിൽ വരാൻ പോകുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി, അതായത് ന്യൂനതകൾ, നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വെറും 10% മാത്രമാണ്. 90% ഭാഗ്യമുള്ള നിങ്ങൾക്ക്, ശരിക്കു പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒന്ന് ശ്രദ്ധയൂന്നി ഈശ്വരവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഈ വിഷുവർഷത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഭാഗ്യാനുഭവം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് 90%. തൊഴിലിൽ വളരെ വലിയ പുരോഗതി ലഭിക്കുന്ന ഒരു വർഷമാണിത്. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും ആദായം ലഭിക്കും. കല, സാഹിത്യം, മാധ്യമം, ബാങ്കിങ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം സുവർണകാലമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രശസ്തി, അംഗീകാരം, സാമ്പത്തിക നേട്ടം ഒക്കെ ഉണ്ടാകും. പുതിയ ജോലി ലഭിക്കുന്നതിനോ നിലവിലുള്ള ജോലിയിൽ ഉന്നത സ്ഥാനത്തെത്താനോ സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അതിനർത്ഥം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചിരുന്നത്, ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുവാൻ അവസരമുണ്ട്. അതുപോലെ നിലവിലുള്ള ജോലിയിൽ നിന്നും ഉന്നത സ്ഥാനത്ത് പ്രമോഷനോടുകൂടി നിങ്ങൾക്ക് എത്താൻ കഴിയും. ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ബിസിനസ് രംഗത്തേക്ക് എത്തുവാൻ കഴിയുന്ന ഒരു വർഷമാണ്. ധനഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകില്ല. കഴിഞ്ഞ വർഷം നേരിട്ട സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം പൂർണ്ണമായും ഈ വിഷുവർഷത്തിൽ മാറും. ചിട്ടയായ നിക്ഷേപങ്ങൾ വഴി നിങ്ങൾക്ക് ധനം വർദ്ധിപ്പിക്കുവാനും കഴിയും. കാരണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുവാൻ കഴിയും. നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് സാമ്പത്തികപരമായ ഈ സുവർണ കാലഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിന്നും മറ്റ് പല സ്രോതസ്സുകളിൽ നിന്നും ധനം ഒഴുകിയെത്തും. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കരുതൽ ധനം നിക്ഷേപിക്കുവാനും ആ നിക്ഷേപത്തിലൂടെ ധനം വർദ്ധിപ്പിക്കുവാനും കഴിയും. കച്ചവടക്കാർക്ക് ലാഭം ഇരട്ടിയാകാനുള്ള സാഹചര്യമാണ് ഈ വിഷുവർഷത്തിൽ കാണുന്നത്. നിങ്ങളുടെ നഷ്ടത്തിൽ പോയിരുന്ന കച്ചവടം
അല്ലെങ്കിൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്ന നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ ലാഭകരമായി തന്നെ മുന്നോട്ട് പോകും. വിദേശ യാത്രയ്ക്കോ വിദേശത്ത് സ്ഥിരമാക്കുവാനോ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഈ വർഷം സംഭവിക്കും. നിങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ നൂലാമാലകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ പേപ്പർ വർക്കുകൾ, രേഖകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ക്ലിയറായി ഈ വിഷുവർഷം നിങ്ങൾക്ക് അവിടെ പോകുവാനോ അവിടെ സ്ഥിരതാമസം ആഗ്രഹിച്ചിരുന്നവർക്ക് അവിടെ താമസിക്കുവാൻ ആവശ്യമായ രേഖകളൊക്കെ അനുകൂലമായി ലഭിക്കുന്ന ഒരു വർഷമാണ്. വിദേശ യോഗം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം, ഈ വിഷുവർഷത്തിൽ സാധ്യമാണ്. ദാമ്പത്യപരമായി കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. നമ്മുടെ കുടുംബത്തിൽ പ്രധാനമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തികത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടാണ്. നമ്മുടെ പല കണക്കുകൂട്ടലുകളും തെറ്റുമ്പോഴാണ്. ആശയപരമായി കുടുംബാംഗങ്ങൾ തമ്മിൽ അവരുടെ എല്ലാം ആവശ്യങ്ങൾക്ക് ഉള്ള പണം കണ്ടെത്താനാവാതെ വരുമ്പോഴാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരുവാനുള്ള ഒരു പ്രധാന കാരണം. അത് ഈ വർഷം പരിഹരിക്കും. ഈ വിഷുവർഷത്തിൽ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. അത് നിലനിർത്താനുള്ള സാമ്പത്തികം നിങ്ങളുടെ കൈവശം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കും. പങ്കാളികളുമായി ഉണ്ടായിരുന്ന ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. കുടുംബത്തിന് കെട്ടുറപ്പുണ്ടാവും. സന്തോഷം കളിയാടുന്ന ഒരു വിഷു വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം സംഭവിക്കുന്നത്. കൂടാതെ വിവാഹം അന്വേഷിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഈ വർഷം സാധിക്കും. പ്രത്യേകിച്ച് സെപ്റ്റംബർ ഡിസംബർ വരെയുള്ള കാലയളവ്, ആ കാലഘട്ടത്തിൽ വിവാഹത്തിന് ആഗ്രഹിച്ചിരുന്നവർ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് സാധിക്കുന്ന ഒരു വിഷുവർഷമാണിത്. വിവാഹിതരായവർക്ക് ദീർഘകാലമായിട്ടോ അടുത്തോ കുട്ടികളില്ലാതിരുന്ന, സന്താന ഭാഗ്യം ലഭിക്കാതെ വിഷമിച്ചിരുന്നവർക്കും അത് ശ്രദ്ധിക്കുന്ന ഒരു വിഷു വർഷം കൂടിയാണ് ഈ 2026 വിഷു മുതൽ തുടങ്ങുന്ന വർഷം. ആരോഗ്യപരമായി നിങ്ങൾക്ക് അനുകൂല സാഹചര്യമാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. എങ്കിലും കണ്ണ്, തൊണ്ട സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ചന്ദ്രൻ്റെ സ്വാധീനം ഉള്ളതിനാൽ അമിതമായ വൈകാരികത നിങ്ങൾ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. വൈകാരികമായ ഇടപെടലുകൾ, പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് വൈകാരികമായി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ അല്ലെങ്കിൽ ബന്ധം മോശമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 10ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കും. തൊഴിലിൻ്റെ ഭാവമാണ് 10ാം ഭാവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ജോലി ഭാരം അമിതമായി വർദ്ധിക്കും. നിങ്ങൾ ഒരുപാട് ജോലി എടുക്കേണ്ടി വരും. കാരണം വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം വളരെ ക്ഷീണമുണ്ടാകാൻ ഇടയാക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണം. മതിയായ വിശ്രമവും ഭക്ഷണവും ഒക്കെ നിങ്ങൾ കൃത്യമായി പാലിക്കണം. അത് ഒഴിവാക്കരുത്. ജോലിഭാരം നിങ്ങൾക്ക് വർദ്ധിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. സാമ്പത്തികപരമായി നിങ്ങൾക്ക് നേട്ടത്തിന് വേണ്ടിയുള്ള അമിതമായ ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥർക്ക് അത് ബാധകമല്ല. കാരണം അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടും. പക്ഷേ ബിസിനസ്സുകാർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വ്യവസായികൾ, കച്ചവടക്കാർ തുടങ്ങിയവർക്കെല്ലാം ഈ അമിത ജോലി എന്ന് പറയുന്നത് നിലവിൽ അവർക്ക് ഒരു ബിസിനസ്സുമില്ല, ഒരു ജോലിയുമില്ല, അതുകൊണ്ട് തന്നെ പൈസയുമില്ല. പക്ഷേ ഈ വ്യാഴം കൂടി മാറുന്നതോടുകൂടി ഈ വിഷു വർഷം അവരെ തേടി ഒരുപാട് അവസരങ്ങൾ വരികയാണ്. പിന്നെ ചെയ്താൽ തീരാത്ത അവസരങ്ങളാണ് തേടിയെത്തുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അമിതമായ ജോലി ഭാരം എന്ന് പറയുന്നത്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് വലിയ സാധ്യതകൾക്ക് വേണ്ടി വഴി തുറക്കുന്ന അമിതമായ ജോലി ഭാരമാണ്. അത് നിങ്ങൾക്ക് വളരെ വലിയ നേട്ടമാണ്, അനുഗ്രഹമാണ് എന്ന് തന്നെ കണക്കാക്കണം. പക്ഷേ അതിൽ നിങ്ങൾ വ്യാപൃതനാകുമ്പോൾ നിങ്ങളുടെ വിശ്രമവും ആഹാരവും ആരോഗ്യവും ഒന്നും നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വീട് പണിയാൻ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഗ്രഹം സ്വന്തമാക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതിന് മെയ്, ഓഗസ്റ്റ് മാസങ്ങൾ നല്ലതാണ്, ശുഭമാസങ്ങളാണ്. വാഹനം വാങ്ങുവാൻ സാധിക്കും. നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. അതിന് അനുകൂലമായ മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ, നവംബർ മാസങ്ങളാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക്. വിവാഹം ഉറപ്പിക്കുവാനായി ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടവും നിങ്ങൾക്ക് ശുഭകരമായ സമയങ്ങളാണ്.
ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാഗ്യാനുഭവം 90% ഉള്ള ഒരു വിഷുവർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. അനുകൂലമായ നിറം എന്ന് പറയുന്നത് വെള്ള, ഇളം നീല എന്നിവയാണ്. നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോകുമ്പോൾ വെള്ളയോ ഇളം നീലയോ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ നിങ്ങളുടെ ഓഫീസോ വീടോ ഒക്കെ ഇത്തരം നിറങ്ങൾ, വാങ്ങുന്ന വാഹനം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാഹനമൊക്കെ ഇത്തരം നിറങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കും. ശുഭദിനങ്ങൾ, നല്ല കാര്യങ്ങൾക്ക്, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ അനുകൂലമായ ദിവസങ്ങൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ തടസ്സങ്ങൾക്ക് ഉള്ള പരിഹാരം എന്ന് പറയുന്നത് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും പാലും നെയ്യും വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ആ ചെറിയ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അകറ്റി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരുവാൻ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അപ്രതീക്ഷിതമായ ധനയോഗം ഉള്ള ഒരു സമയം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം. വ്യാഴത്തിൻ്റെ മാറ്റം ജൂൺ മാസത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി ധനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത് ലോട്ടറി അല്ലെങ്കിൽ സമ്മാന പദ്ധതികൾ അതിലൊക്കെ ഏർപ്പെടുത്തവർക്ക് അനുകൂലമായൊരു സാഹചര്യമാണ്. ഒരു ലോട്ടറി എടുത്ത് നിങ്ങൾ കുറേ പണം ചെലവഴിക്കണം, അത്തരം കാര്യങ്ങളെയൊന്നും ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല സമയമായതിനാൽ ഒരുപാട് ധനം മുടക്കിയൊന്നും ലോട്ടറി എടുക്കേണ്ട. ഏറ്റവും നല്ല സമയത്ത് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്താലും ചിലപ്പോൾ അടിക്കും. അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ലഭിക്കും. നിങ്ങൾ മറന്നുപോയ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടാക്കടമായി ഉപേക്ഷിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടിരുന്നത് അതൊക്കെ വലിയ സൗഭാഗ്യമായിട്ട് ഈ സമയത്ത് വരാൻ വലിയ സാധ്യതയുണ്ട്. ഇത് വിൽക്കാതെ ഇട്ടിരുന്ന ഭൂമിയോ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവകകളോ അത് നിങ്ങളുടെ കമ്പനികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിറ്റ് മാറാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു ലാഭകരമായ സമ്പത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നല്ല വിലയിൽ അത് വിറ്റുപോകും. അത്തരത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനം കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. ആഡംബരങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള പണം വരുമ്പോൾ ആഡംബരങ്ങൾക്ക് അമിതമായി പണം ചെലവഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ നല്ല സമയത്ത് 90% ഭാഗ്യാനുഭവങ്ങൾ വരുന്ന ഈ വിഷുവർഷത്തിൽ സമ്പാദ്യശീലം കൂടി നിങ്ങൾ വളർത്തണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുവാനായി ഒരിക്കലും മറക്കാതിരിക്കുക. 2026 ഈ വിഷുവർഷത്തിൽ വീട് നിർമ്മാണത്തിനും വിവാഹത്തിനും ഏറ്റവും അനുയോജ്യമായ ചില സമയങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും രാശിനാഥൻ ശുക്രനുമായതിനാൽ സൗന്ദര്യവും സൗകര്യവുമുള്ള വീടുകൾക്കും സമാധാനപരമായ ദാമ്പത്യത്തിനും നിങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ്. 2026 ജൂണിലെ വ്യാഴമാറ്റം ഇക്കാര്യത്തിൽ വളരെ വലിയ അനുഗ്രഹമായി മാറുന്ന സമയമാണ്. ഗ്രഹനിർമ്മാണവും വസ്തു ഇടപാടുകളും എങ്ങനെയാണെന്ന് നോക്കാം. സ്വന്തമായി രോഹിണി നക്ഷത്രക്കാർക്ക് വീട് വാങ്ങുന്നതിനോ വീട് പുതുതായി വയ്ക്കുന്നതിനോ ഫ്ലാറ്റ് വാങ്ങുവാനോ ഒക്കെ ഈ വർഷം മികച്ച അവസരമായിരിക്കും. അനുകൂലമായ മാസങ്ങൾ മെയ്, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ ഈ മാസങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധ്യതയുള്ള അനുകൂലമായ മാസങ്ങളാണ്. തറക്കല്ലിടുവാനായി ചിങ്ങം, അതായത് ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ വൃശ്ചികം, നവംബർ മാസം, ആ സമയത്ത് രോഹിണി നക്ഷത്രത്തിന് മാച്ചായി വരുന്ന ശുഭദിനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് നിർമ്മാണം തടസ്സമില്ലാതെ പൂർത്തീകരിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഈ സമയത്തൊന്ന് തറക്കല്ലിടാനായിട്ട് ശ്രമിക്കുക. കൃത്യമായ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി വെച്ച് നോക്കേണ്ടതാണ്. വീട് വാങ്ങാനാണെങ്കിൽ ഏപ്രിൽ 19 വരുന്ന അക്ഷയതൃതീയ ദിവസം നിങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ കരാറുകൾ ഉൾപ്പെടുന്നതിനോ ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് ശ്രമിക്കാം. അതിന് സാധിച്ചില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ നക്ഷത്രവുമായി പൊരുത്തപ്പെടുന്ന ശുഭമുഹൂർത്തങ്ങൾ ഏത് വേണമെങ്കിലും കണ്ടെത്തി ചെയ്യാൻ കഴിയുന്നതാണ്. അനുകൂലമായി നിങ്ങൾക്കൊരു ഗ്രഹം സ്വന്തമാക്കാൻ പറ്റുന്ന വർഷം തന്നെയാണിത്. ഗ്രഹപ്രവേശത്തിന് സെപ്റ്റംബർ മുതൽ വർഷാവസാനം വരെയുള്ള ഏത് മാസത്തിലെയും നല്ല ശുഭമുഹൂർത്തങ്ങൾ എടുത്താൽ രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു ഫലം ലഭിക്കും. വിവാഹത്തിനുള്ള മുഹൂർത്തങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മംഗല്യയോഗം തീർച്ചയായും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഒരു സമയമാണ്. അത് ജൂലൈ മുതൽ ഡിസംബർ വരെ ഏറ്റവും ശുഭകരമായ സമയമാണ്. അപ്പോഴുള്ള സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. വ്യാഴം ഉച്ചസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ സമയത്ത് ഉറപ്പിക്കുന്ന വിവാഹ ബന്ധങ്ങൾ പങ്കാളികൾ തമ്മിൽ നല്ല പൊരുത്തവും സാമ്പത്തിക ഭദ്രതയും
നൽകും എന്നുകൂടി കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിലുള്ള അവസ്ഥ നിങ്ങളുടെ വിവാഹത്തിന് വലിയ കെട്ടുറപ്പും ഐശ്വര്യവും നേട്ടങ്ങളും സാമ്പത്തികമായ ഉന്നതിയുമൊക്കെ നൽകും എന്നത് വളരെ വലിയ കാര്യമായി കണക്കാക്കുക. വിവാഹത്തിനുള്ള ആലോചനകൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുന്ന സമയത്ത് അതുവരെയൊക്കെ ഏകദേശം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വ്യാഴം മാറിയതിന് ശേഷം ജൂണിന് ശേഷം ആ തടസ്സങ്ങളെല്ലാം തനിയെ മാറിക്കോളും. ദൂരദേശത്ത് നിന്നോ വിദേശത്തു നിന്നോ ഉള്ള ആലോചനകൾ പോലും വരുവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവരാത്രി കാലം അപ്പോഴുള്ള മാസങ്ങൾ ഭാഗ്യപ്രദമാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു എന്ന് തോന്നുന്നു. വെളുത്ത നിറത്തുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് വളരെ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. അത് അല്ല എന്നുണ്ടെങ്കിൽ നീല നിറം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിലവിൽ 7.5 ശനി ഇല്ലാത്തതിനാൽ വലിയ പ്രതിസന്ധികളെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും 10ാം ഭാവത്തിലെ ശനി ജോലിയിൽ കുറച്ച് സമ്മർദ്ദം, അമിതമായ ജോലി ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് നേട്ടത്തിന് തന്നെയാണ്, നല്ലത് മാത്രമാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി തിങ്കളാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം കൂടി നടത്തുവാനായി ശ്രമിക്കുക. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ വൈകാരികമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് വികാരപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളെ സാമ്പത്തികപരമായ ചില നഷ്ടങ്ങളിൽ കൊണ്ടെത്തിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും, ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് അത് കൂടുതലാണ് വൈകാരികമായി ചിന്തിക്കുന്നതിന്. അങ്ങനെയുള്ള ചിന്തകൾ സാമ്പത്തികപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളോടോ മുതിർന്നവരോടോ ഒക്കെ ഒന്ന് ഉപദേശം തേടി അവരുമായിട്ട് കൂടെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ആ കാര്യത്തിന്, അത് സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വിഷു വർഷമാണിത്. കഴിയുന്നിടത്തോളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ മടിക്കാതിരിക്കുക. അശരണർക്കും സാധു മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം ഈ കൊടും വേനലാണ് ദാഹജലം കൊടുക്കുക, പറ്റുന്ന ആഹാരങ്ങൾ കൊടുക്കുക, തെരുവ് നായ്ക്കളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. ഇത് പ്രത്യേകം പറയുന്നതിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. ഈ തെരുവ് നായ്കൾ ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് മനുഷ്യർ കണക്കാക്കി വച്ചേക്കുന്നത്. അവയ്ക്ക് ആഹാരം കൊടുക്കുന്നതിനോട് പലരും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കടിക്കും, നമുക്ക് പേവിഷം വരും, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു. കുട്ടികളെ കൊണ്ടുപോലും ഈ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. ഇതിനൊരു മറുതലം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എറിയുന്ന ഓരോ എറിയും, നിങ്ങൾ കൊടുക്കുന്ന ഓരോ അടിയും, നിങ്ങൾ കലർക്കി കൊടുക്കുന്ന ഓരോ വിഷപദാർത്ഥങ്ങളും ഒരു തെരുവ് നായയുടെ ജീവൻ എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. അത് മനസ്സിലാക്കുക. ഇന്നിപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ ഈ അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, ലഹരിക്ക് അടിമയായി ജീവിതം ഇല്ലാതാക്കുന്നതിൻ്റെയൊക്കെ ദൈവികപരമായ ഒരു കാരണത്തിൻ്റെ പ്രധാന സ്രോതസ്സെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ഈ സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്യും. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ബോധപൂർവം ചെയ്യണം. കാലഭൈരവൻ എന്ന് പറയുന്നൊരു മഹാപ്രപഞ്ച ശക്തിയുടെ ഏറ്റവും ഇഷ്ടമൃഗത്തിൽ ഒന്നാണ്, ഈ സഹചാരിയാണ് ശരിക്കും ഈ നായ എന്ന് പറയുന്നത്. ഈ തെരുവ് നായ അത് ഉപദ്രവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അതിന് ആഹാരം കിട്ടാതെ, വിശന്ന് വലഞ്ഞ്, വെള്ളം പോലും കിട്ടാതെ, അതിന് ഒരു സ്ഥലത്തും കിടക്കാനൊരു സ്ഥലം കൊടുക്കാതെ മനുഷ്യർ ഉപദ്രവിക്കുമ്പോഴാണ് അത് പ്രതിരോധിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ കടിക്കുന്നു എന്ന് പറയുന്നത്, ഈ മൃഗങ്ങൾ സത്യത്തിൽ പട്ടിണിയായിട്ടായിരിക്കും തെരുവുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ആഹാരം കഴിച്ച് അതിൻ്റെ മണവുമായി പോകുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ആഹാരം നമ്മൾ പാക്ക് ചെയ്ത് കുഞ്ഞുങ്ങളുടെ കൊടുക്കുമ്പോൾ അതിൻ്റെ മണം വരുമ്പോൾ ഈ പട്ടികൾ സ്വാഭാവികമായിട്ടും, ഈ തെരുവ് നായകൾ അവർ ആഹാരത്തിന് വേണ്ടിയാണ് ഈ കുട്ടികളുടെ പിറകെ പോകുന്നത്, അത് ഓടിക്കുന്നത്, ചിലപ്പോൾ ആക്രമിക്കപ്പെടുന്നതൊക്കെ ഇതുകൊണ്ടാണ്. നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ കുഴിച്ചിടുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഒരു ഭാഗം ഇത് കൊടുത്താൽ മതി. ഈ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികളും വിചാരിച്ച ഈ തെരുവ് ജീവികളുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. അത് കൊന്നൊടുക്കിയല്ല, അവയ്ക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ മതി. ഒരു തെരുവ് നായും വന്ന് വെറുതെ നിൽക്കുന്ന ഒരാളിനെ ഉപദ്രവിക്കില്ല. അത് വിശന്ന് ഗതികെട്ട് അവസാനം ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിദ്യാസമ്പന്നരല്ലേ, നമ്മൾ സംസ്കാര സമ്പന്നരല്ലേ? ഈ സംസ്കാര സമ്പന്നരായ ഒരു ജനതയുടെ മുമ്പിൽ വിശന്ന വയറുമായി നമ്മുടെ ഗേറ്റിനുള്ളിൽ, നമ്മുടെ മതിൽക്കെട്ടിനുള്ളിൽ, നമ്മുടെ അടച്ച മുറിക്കുള്ളിൽ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മണം അന്തരീക്ഷത്തിലൂടെ ഈ ഗേറ്റിന് വെളിയിൽ ഈ തെരുവിൽ നടക്കുന്ന സാധുമൃഗങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ചെല്ലുകയാണ്. അത് എത്ര നേരം സഹിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കണം.
ഇത് നമ്മളൊരു ജ്യോതിഷ വീഡിയോ ആണ്, ഇതിൽ പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ, നിങ്ങളുടെ ഉള്ള ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ ഇത് ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ അതിനെ പട്ടിണിക്കിടുക, അതിനെ ഉപദ്രവിക്കുക, വിഷം കൊടുത്ത് കൊല്ലുക, തല്ലിക്കൊല്ലുക, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് ദുരന്തങ്ങൾ വരും. അത് വന്നുകൊണ്ടിരിക്കുക തന്നെ, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനാഥകൾ, നമ്മുടെ ഇഷ്ടപ്പെട്ട തൊഴിൽ നഷ്ടപ്പെടും, നമ്മുടെ വീട് പോവും, കടം കയറും, മുടിയും, നമ്മളിതുപോലെ വിഷം കുടിക്കേണ്ടി വരും, നമ്മൾ തൂങ്ങിച്ചാവേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിതുപോലെ വാഹനാപകടത്തിൽ അരഞ്ഞില്ലാതാകും. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. വീഡിയോ ഇവിടെ തീരുകയാണ്. നമ്മുടെ വിഷയം ഇതാണ്: രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും, നല്ല നേട്ടങ്ങളുണ്ടാകും, ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും നിങ്ങൾക്ക് ഒപ്പമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഈശ്വര ചിന്തയോടുകൂടി സഹജീവികളോട് കരുണ കാണിച്ച് നല്ല മനസ്സുള്ള നല്ല വ്യക്തികളായി നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾ തേടിയെത്തും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.